ഹലോ, അമ്മ മനസ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലൈക്ക് ചെയ്യണേ. മനീഷ് പുതിയ നമ്പർ എടുത്തിട്ട് അതിൽ നിന്നാണ് മേഘയെ വിളിച്ചത് കാര്യം പറയാൻ വേണ്ടിയിട്ട്. പക്ഷേ മേഘ മനീഷാണെന്ന് പറഞ്ഞപ്പോൾ ആ കോളും കട്ട് ചെയ്യാണ്. അവൻ വീണ്ടും വിളിച്ചു നോക്കുന്ന സമയത്ത് മേഘ അവൻ്റെ ആ ഒരു നമ്പറും ബ്ലോക്ക് ആക്കിയിട്ടുണ്ടായിരുന്നു. അയ്യോ, ഇവളെ കൊണ്ട് തോറ്റു എന്ന് പറഞ്ഞിട്ട് പിന്നെ മഹേഷിനോട് പറയാണ്, എന്നെ എൻ്റെ വീട്ടിലേക്ക് ആക്കി തന്നേക്ക്. ശരി സാർ. മനീഷ് ഓട്ടോയിൽ കയറിയത് മുതൽ മഹേഷ് അവനെ തന്നെ വാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. അവൻ്റെ ആ ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ കാണുന്ന സമയത്ത് മനീഷിനോട് ചോദിക്കുകയാണ്, എന്താ സാർ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? സാറിനെ കാണുമ്പോൾ ആകെ ടെൻഷനുള്ളത് പോലെ തോന്നുന്നു. ഒന്നുമില്ല മഹേഷ്, നീ ഒന്ന് സ്പീഡായിട്ട് പോയിക്കോ. ആ ശരി സാർ. അപ്പോൾ മഹേഷ് മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, എന്താ ഇവൻ ഒന്നും വിട്ടു പറയുന്നില്ലല്ലോ. മനീഷിൻ്റെ വീട്ടിനടുത്തെത്തിയ സമയത്ത് അവൻ മഹേഷിനോട് വണ്ടി നിർത്താൻ വേണ്ടി പറയാണ്. വണ്ടി നിർത്തിയിട്ട് അവന് പൈസ എടുത്ത് കൊടുത്തപ്പോൾ മഹേഷ് വേണ്ട എന്നൊക്കെ പറയുന്നുണ്ട്. എങ്കിലും മനീഷ് നിർബന്ധിച്ച് അവനോട് പൈസ കൊടുക്കുകയാണ്. എന്നിട്ട് അവൻ്റെ ലഗേജൊക്കെ എടുക്കുമ്പോൾ മഹേഷ് ഞാൻ എടുത്തു തരാമെന്നൊക്കെ പറഞ്ഞെങ്കിലും അതൊന്നും അവൻ കാര്യമാക്കില്ല. അവൻ തന്നെ എടുത്തിട്ടാണ് പോകുന്നത്. മഹേഷ് വണ്ടിയിലേക്ക് നോക്കുന്ന സമയത്ത് മനീഷിൻ്റെ പേഴ്സ് അതിൽ മറന്നു വെച്ചിട്ടുണ്ടായിരുന്നു. അയ്യോ, പേഴ്സ് ഇതിൽ മറന്നു വെച്ചല്ലോ. മഹേഷ് അതെടുത്ത് തുറന്നു നോക്കുന്ന സമയത്ത് അതിൽ മേഘയുടെയും പ്രിയ കുട്ടിയുടെയും ഫോട്ടോ ആയിരുന്നു ഉണ്ടായിരുന്നത്. അത് കാണുന്ന സമയത്ത് മഹേഷ് ചിന്തിക്കുന്നുണ്ട്, ഇവൻ മേഘയെ ചിന്തിച്ചിട്ടാണ് ജീവിക്കുന്നത്, എന്നാൽ മേഘയാണെങ്കിൽ സിദ്ധുവിനെ വിചാരിച്ചുകൊണ്ടും. മനീഷാണെങ്കിൽ വീട്ടിലെത്തിയിട്ട് വീണ്ടും മേഘയെ വിളിക്കാൻ വേണ്ടി ട്രൈ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. പക്ഷേ മേഘയുടെ നമ്പർ സ്വിച്ച് ഓഫ് ആയിരുന്നു. അയ്യോ, മേഘ എൻ്റെ നമ്പർ സ്വിച്ച് ഓഫ് ചെയ്തിരിക്കുകയാണ്. ഇനി എങ്ങനെ ഈ കാര്യം മേഘയെ ഒന്ന് അറിയിക്കുക? അവനാകെ ടെൻഷനോടെ ചിന്തിക്കുകയാണ്. ആ സമയത്ത് മഹേഷ് വിചാരിക്കുന്നുണ്ട്, ആ ശരി, ഈ പേഴ്സ് അവൻ്റെ വീട്ടിൽ കൊണ്ടുപോയി കൊടുത്തേക്കാം. അതേസമയം മനീഷ് വോയിസ് നോട്ട് എടുത്തിട്ട് മേഘയ്ക്ക് വോയിസ് അയക്കുകയാണ്. നടന്ന കാര്യങ്ങളൊക്കെ മേഘയ്ക്ക് ഒരു വോയിസ് നോട്ട് അയക്കാം. എന്തായാലും അവൾ അത് കേൾക്കാതിരിക്കില്ല. മേഘ, 2 ദിവസമായിട്ട് സത്യം നിന്നെ അറിയിക്കാമെന്ന് കരുതി നിന്നെ കോൾ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. എന്നാൽ നീ കോൾ കട്ട് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. അതൊക്കെ കേട്ടുകൊണ്ടാണ് മഹേഷ് അങ്ങോട്ടേക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ മഹേഷ് ശബ്ദമില്ലാതെ നിൽക്കുകയാണ്, മനീഷ് എന്താ പറയുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഞാനിപ്പോൾ നിന്നോട് പറയാൻ പോകുന്ന കാര്യം കേട്ടാൽ ഒരുപക്ഷെ നിനക്ക് എന്നോട് ദേഷ്യം വരാം. ഞാൻ ചെയ്തത് തെറ്റ് തന്നെയാണ്. നീ എന്നോട് ക്ഷമിക്കണം. നിന്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിന് ഞാനാണ് കാരണം. അത് കേട്ട സമയത്ത് മഹേഷ് ശരിക്കും ഞെട്ടിയിട്ടുണ്ടായിരുന്നു. മഹേഷ് ഒട്ടും അത് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ മനീഷ് ഇങ്ങനെ വോയിസിൽ പറയുന്നുണ്ട്, നീ സിദ്ധു സാറാണ് കാരണമെന്ന് കരുതി തിരക്ക് പിടിച്ച് നീ സിദ്ധു സാറിൻ്റെ മേൽ കുറ്റം ചാർത്തി. ഈ ഒരു കാര്യം നിന്നെ അറിയിക്കാൻ വേണ്ടിയാണ് ഞാൻ വീണ്ടും വീണ്ടും നിന്നെ വിളിച്ചുകൊണ്ടേയിരുന്നത്. പക്ഷേ നീ എൻ്റെ കോൾ അറ്റൻഡ് ചെയ്യുകയോ എനിക്ക് സംസാരിക്കാനുള്ളത് കേൾക്കുകയോ ചെയ്തില്ല. ദയവ് ചെയ്ത് നീ സിദ്ധാർത്ഥ് സാറിൻ്റെയും ചന്ദ്രികയുടെയും കല്യാണം മുടക്കരുത്. സിദ്ധുവിൻ്റെയും ചന്ദ്രികയുടെയും കല്യാണം നല്ല രീതിയിൽ തന്നെ നടക്കണം. ഈ മെസ്സേജ് കണ്ടതിന് ശേഷം നീ എന്നെ കോൾ ചെയ്യേ. അതൊക്കെ കേട്ട സമയത്ത് മഹേഷ് ഇങ്ങനെ ഷോക്കായിട്ടാണ് നിൽക്കുന്നത്. കാരണം അവൻ്റെ ആകെ പ്രതീക്ഷയായിരുന്നു മേഘ സിദ്ധുവിനെ കല്യാണം കഴിച്ച വീണ്ടും ചന്ദ്രികയെ അവന് കിട്ടുന്നുള്ളത്. നീ എന്നെ വിളിച്ചതിന് ശേഷം ഞാൻ നേരിട്ട് വന്നിട്ട് അന്ന് എന്താ സംഭവിച്ചതെന്ന് നിന്നോട് ഞാൻ മുഴുവനായിട്ട് പറഞ്ഞു തരാം. മഹേഷ് ആകെ വെപ്രാളത്തോടെയാണ് നിൽക്കുന്നത്. അയ്യോ, മേഘയുടെ ഗർഭത്തിന് നീയാണോ അപ്പോൾ കാരണം? ഈ കാര്യം പുറത്തറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്തതൊക്കെ വെറുതെ ആവുമല്ലോ. ചന്ദ്രികയെ എനിക്ക് കിട്ടണമെങ്കിൽ ഈ കാര്യം പുറത്ത് മറ്റാരും അറിയാൻ പാടില്ല. മഹേഷ് ആകെ വെപ്രാളത്തോടെ ചുറ്റിലും നോക്കുവാണ്. കുറേ നേരം നോക്കിയപ്പോൾ അവനവിടെ ഒരു മൂലക്കായിട്ട് ഒരു ബാറ്റ് വെച്ചിരിക്കുന്നത് കണ്ടു. അപ്പോൾ മനീഷാണെങ്കിൽ അവൻ പിന്നിലുള്ളതൊന്നും അറിയാതെ മേഘയോട് വീണ്ടും വീണ്ടും ഓരോരോ കാര്യങ്ങൾ വോയിസ് അയച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. മനീഷിൻ്റെ പേഴ്സ് വേഗം തന്നെ പോക്കറ്റിൽ വെച്ചതിന് ശേഷം മഹേഷ് മെല്ലെ ശബ്ദം ഉണ്ടാക്കാതെ ബാറ്റ് എടുത്തിട്ട് മനീഷിൻ്റെ പിന്നിലേക്ക് വരികയാണ്. ആ സമയത്ത് മനീഷ് വോയിസിൽ പറയുന്നുണ്ട്, എന്നോട് ക്ഷമിക്കണം മേഘ, ഈ ഒരു സത്യം നിന്നോട് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ നേരിട്ട് വന്നത്. ദയവ് ചെയ്ത് നീ സിദ്ധു സാറിൻ്റെ പേരിൽ കൊടുത്തിരിക്കുന്ന കംപ്ലൈൻറ്റ് പിൻവലിക്കണം. ബാക്കി കാര്യങ്ങളൊക്കെ നേരിട്ട് വന്നിട്ട് ഞാൻ നിന്നോട് പറയാം എന്ന് പറഞ്ഞ് തീരലും മഹേഷ് പിന്നിൽ നിന്ന് ആ ബാറ്റ് വെച്ചിട്ട് അവൻ്റെ തലയ്ക്ക് നല്ല 2 അടി കൊടുത്തു. പെട്ടെന്നുണ്ടായ അടിയായത് കാരണം തന്നെ മനീഷ് ആ ഒരു ഷോക്കിലായി പോയിട്ടുണ്ടായിരുന്നു. അവൻ ബോധം നശിച്ച് അവിടെ താഴേക്ക് വീഴുകയാണ്. കയ്യിലുണ്ടായിരുന്ന ഫോണും അവിടെ വീണിട്ടുണ്ടായിരുന്നു. അവനെ നോക്കിയിട്ട് പകയോടെ നിൽക്കുകയാണ് മഹേഷ്. മനീഷ് ബോധം കെട്ടു എന്ന് ഉറപ്പായപ്പോൾ തന്നെ മഹേഷ് വേഗം പോയിട്ട് വാതിൽ ലോക്ക് ചെയ്യാണ്. എന്നിട്ട് വേഗം നിലത്ത് വീണ അവൻ്റെ ഫോൺ എടുത്ത് നോക്കുമ്പോൾ അവൻ അയച്ച മെസ്സേജ് അവിടെ സെൻഡ് ആയിട്ടുണ്ട്. പക്ഷേ മേഘ അത് കേട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ വേഗം ആ മെസ്സേജ് ഡിലീറ്റ് എവരിവൺ അടിക്കുകയാണ്, മേഘ കേൾക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. അതിനുശേഷമാണ് മഹേഷിന് സമാധാനമായത്. എന്നിട്ട് അവൻ ഒറ്റയ്ക്ക് സംസാരിക്കുകയാണ്, മേഘയ്ക്ക് നീ അയച്ച വോയിസ് നോട്ട് ഞാൻ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞു. മേഘയുടെ ഗർഭത്തിന് നീയാണ് ഉത്തരവാദിയെന്ന് ഈ ലോകത്ത് മറ്റാരും അറിയാൻ പാടില്ല. എന്നിട്ട് മനീഷിൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആക്കിയിട്ട് പോക്കറ്റിൽ വെക്കുകയാണ്. എന്നിട്ട് അവിടെ ഇരുന്നിട്ട് മനീഷിനെ നോക്കുകയാണ്. അവൻ്റെ ബോധം നശിച്ചത് മാത്രമല്ല, അവൻ ചത്തുപോയെന്നൊക്കെ അറിയണമല്ലോ. അങ്ങനെ അവനെ തിരിച്ചും മറിച്ചുമൊക്കെ നോക്കുന്ന സമയത്ത് അവന് ബോധമില്ല എന്നുള്ളതാണ് മഹേഷിന് മനസ്സിലായത്. അവൻ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, ഒരു കാരണവശാലും മേഘയുടെ ഗർഭത്തിന് നീയാണ് കാരണക്കാരനെന്ന് ആരും അറിയാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ മാത്രമേ ചന്ദ്രികയെ എനിക്ക് കിട്ടുള്ളൂ. സിദ്ധാർത്ഥ് മേഘയ്ക്കുള്ളതാണ്.
ഇവൻ നാട്ടിൽ വന്നത് ഒരാളും അറിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇവനെ തൽക്കാലം എൻ്റെ കസ്റ്റഡിയിൽ വെക്കുന്നതാണ് നല്ലത്. എന്നാണോ ചന്ദ്രിക എനിക്ക് സ്വന്താവുന്നത് അന്ന് മാത്രമായിരിക്കും ഇവനിനി പുറം ലോകം കാണുക. ഇവൻ എങ്ങനെ ഇവിടെ നിന്നൊന്ന് കൂട്ടിക്കൊണ്ടു പോവുക? എന്നിട്ട് ചുറ്റിലും നോക്കുന്ന സമയത്ത് ഒരു ചാക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ചാക്കിനകത്തേക്ക് മനീഷിനെ ഇറക്കി കിടത്തുകയാണ്. എന്നിട്ട് അതിൻ്റെ ആ ചാക്കിൻ്റെ വായ്ഭാഗം മൂടി കെട്ടുന്നുണ്ട്. എന്നിട്ട് പുറത്തിറങ്ങിയിട്ട് ചുറ്റിലും നോക്കുന്നുണ്ട് ആരെങ്കിലും ആ പരിസരത്തുണ്ടോ എന്ന്. ആരും ഇല്ല എന്ന് ബോധ്യമായതിനു ശേഷം മനീഷിനെ തോളത്തെടുത്തുകൊണ്ട് മഹേഷ് പുറത്തേക്ക് വരികയാണ്. സിദ്ധു പുറത്തേക്ക് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. വീട്ടിൻ്റെ ഗേറ്റിൻ്റെ ഭാഗത്ത് എത്തിയപ്പോഴാണ് മേഘ പുറത്തു നിന്ന് അകത്തോട്ടേക്ക് വരുന്നത്. രണ്ടുപേരും പരസ്പരം മുഖത്തോട് മുഖം നോക്കുന്നുണ്ടെങ്കിലും ഒന്നും മിണ്ടാനോ സംസാരിക്കാനോ ഒന്നും നിൽക്കുന്നില്ല. മേഘയുടെ പാട്ടിനും പോവുകയാണ്. സിദ്ധു അവളെ തന്നെ നോക്കിക്കൊണ്ടാണ് നടക്കുന്നത്. മേഘ കുറച്ചുകൂടി മുന്നോട്ടേക്ക് പോയപ്പോൾ സിദ്ധു പിന്നീന്ന് വിളിക്കുകയാണ്, മേഘ തിരിഞ്ഞിട്ട് അവനെ നോക്കുന്നുണ്ട്. നിൽക്ക്, എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കാനുണ്ട്. അപ്പം മേഘ വീണ്ടും അവൻ്റെ അടുത്തേക്ക് വരികയാണ്. ആഹാ, നിനക്ക് എന്നോട് സംസാരിക്കാനുണ്ടെന്നോ? നീയായിട്ട് ഇങ്ങോട്ടേക്ക് വന്നിട്ട് എന്നോട് സംസാരിക്കണം എന്ന് പറയുമ്പോൾ എനിക്ക് വല്ലാത്ത ആശ്ചര്യം തോന്നുവാണ്. അപ്പോൾ സിദ്ധു അവളോട് പറയുന്നുണ്ട്, എനിക്ക് നിന്നെ ഇങ്ങനെ കാണുമ്പോൾ വല്ലാത്ത സങ്കടം തോന്നുന്നുണ്ട്. നീ നിൻ്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിൻ്റെ അച്ഛൻ ഞാനാണെന്ന് പറഞ്ഞ ആ ഒരു ദേഷ്യത്തിൽ ഞാൻ നിന്നോട് വളരെ മോശമായിട്ടാണ് പെരുമാറിയത്. അത് ചിന്തിച്ചപ്പോൾ എനിക്ക് വല്ലാത്ത വിഷമം തോന്നുവാണ്. അതുകൊണ്ട് നിന്നോട് സോറി പറയാമെന്ന് കരുതി. അത് കേട്ടപ്പോൾ മേഘ ഒന്ന് പരിഹാസത്തോടെ ചിരിക്കുകയാണ്. സത്യമായിട്ടും നീ എന്നോട് സോറി പറയാണോ സിദ്ധാർത്ഥ്? സത്യമായിട്ട് എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. എന്താ മേഘ നീ ഇങ്ങനെ പറയുന്നത്? നിനക്കെന്നെ കുട്ടിക്കാലം തൊട്ടേ നന്നായിട്ട് അറിയാം. കുട്ടിക്കാലം തൊട്ടേ ഞാൻ ആരെയും ഹേർട്ട് ചെയ്യാറുമില്ല. അതിനുള്ളൊരു അവസരം ഞാനായിട്ട് ഉണ്ടാക്കാറുമില്ല. എനിക്കെന്തോ ഞാൻ കാരണം ആരെങ്കിലും വേദനിക്കുന്നു എന്ന് ഓർത്താൽ തന്നെ വല്ലാത്ത സങ്കടമാണ്. ചെയ്യാത്ത ഒരു തെറ്റ് ഞാനാ ചെയ്തതെന്ന് പറഞ്ഞൊരു കുറ്റം എൻ്റെ മേൽ അടിച്ചേൽപ്പിക്കുകയായിരുന്നു. അത് എനിക്ക് സാധാരണ ഒരു കാര്യം പോലെ എടുക്കാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് ഞാൻ നിൻ്റെ അടുത്ത് വളരെ മോശമായി പെരുമാറിയത്. ഒരുപക്ഷേ ഞാൻ അങ്ങനെ പെരുമാറിയത് നിനക്ക് വേദനിച്ചെങ്കിൽ എന്നോട് നീ ക്ഷമിക്കണം. സിദ്ധുവിൻ്റെ ആ മാപ്പ് കേട്ടപ്പോൾ മേഘയ്ക്ക് അവനോട് പാവം തോന്നുന്നുണ്ടെങ്കിലും അടുത്ത നിമിഷം സിദ്ധു പറഞ്ഞ കാര്യം മേഘയെ ദേഷ്യം പിടിപ്പിക്കുകയാണ്. ഇപ്പോഴും ഞാൻ പറയുകയാണ്, നിൻ്റെ ഗർഭത്തിന് ഞാനല്ല കാരണം. സിദ്ധാർത്ഥ് പറഞ്ഞത് കേട്ടപ്പോൾ മേഘയ്ക്ക് ദേഷ്യം തോന്നുന്നുണ്ട്. നിനക്ക് പോലും അറിയാതെയാണ് നീ പ്രഗ്നൻ്റ് ആയതെങ്കിൽ തീർച്ചയായിട്ടും അത് നന്നായിട്ട് ആലോചിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. മേഘ മറുത്തൊന്നും പറയുന്നില്ലെങ്കിലും അവൾക്ക് ഒരേ സമയം സങ്കടവും ദേഷ്യവും തോന്നുവാണ്. ഇപ്പോഴും ഞാൻ നിന്നോട് പറയാണ് മേഘ, നിൻ്റെ ഗർഭത്തിനുള്ള ഉത്തരവാദി ആരാണെന്ന് നമ്മൾക്ക് കണ്ടുപിടിച്ചേ തീരൂ. അതിന് നിനക്ക് എൻ്റെ ഭാഗത്തു നിന്നും എൻ്റെ ഫാമിലിയുടെ ഭാഗത്തു നിന്നും എന്ത് സപ്പോർട്ട് വേണമെങ്കിലും ഞങ്ങൾ തരാം. സത്യമായിട്ടാണ് പറയുന്നത്. എന്തുകൊണ്ടെന്നാൽ ഈ ഒരു പ്രശ്നത്തിലകപ്പെട്ട് നീ ഇങ്ങനെ ഒറ്റയ്ക്ക് പൊരുതുന്നത് കാണുമ്പോൾ എനിക്ക് വല്ലാത്ത സങ്കടം തോന്നുന്നുണ്ട്. കാരണം കുട്ടിക്കാലം മുതലേ നമ്മൾ ഒന്നിച്ച് വളർന്നവരാണ്. നിനക്കൊരു പ്രശ്നം വരുമ്പോൾ സഹായിക്കാനുള്ള മനസ്സ് പോലും ഇല്ലാതെ ഞാനിങ്ങനെ മാറി നിൽക്കുന്നതിൽ ഒരർത്ഥവും ഒരു ന്യായവുമില്ല. നിനക്ക് സഹായം ചെയ്യാൻ ഞാൻ തയ്യാറാണ്. നിനക്ക് എന്ത് സഹായം വേണമെങ്കിലും ചോദിച്ചോളൂ, ഞാൻ നിൻ്റെ കൂടെ തന്നെയുണ്ട്. സിദ്ധു പറയുന്നതൊക്കെ ക്ഷമയോടുകൂടി തന്നെയാണ് മേഘ കേട്ടു നിന്നത്. അവസാനം അവൾ ചോദിക്കുന്നുണ്ട്, എന്ത് സഹായം വേണമെങ്കിലും ചെയ്യോ സിദ്ധു? എന്നെക്കൊണ്ട് സാധിക്കുന്ന എന്ത് സഹായവും ഞാൻ നിനക്ക് ചെയ്തു തരും. അങ്ങനെയാണെങ്കിൽ എൻ്റെ കഴുത്തിൽ നീ താലി കെട്ട്. സിദ്ധുവിന് നല്ല ദേഷ്യം വന്നിട്ടുണ്ടായിരുന്നെങ്കിലും അവൻ ക്ഷമയോടെയാണ് വീണ്ടും സംസാരിക്കുന്നത്. എന്താ മേഘ, ഞാൻ എത്ര സീരിയസ് ആയിട്ടാണ് സംസാരിക്കുന്നത്, ആ സമയത്ത് നീ ഇങ്ങനെ തമാശ പറയുന്നത്? ഞാനും സീരിയസ് ആയിട്ട് തന്നെയാണ് സംസാരിക്കുന്നത് സിദ്ധാർത്ഥ്. മേഘ, നിന്റെ ഗർഭത്തിന് ഞാനാണ് ഉത്തരവാദിയെന്ന് നീ പറയുമ്പോൾ അത് എനിക്ക് മാത്രമല്ല നാണക്കേട്, നിനക്കും കൂടി ചേർത്താണ്. നിനക്ക് എന്നോട് എന്തെങ്കിലും പ്രശ്നമോ ഈഗോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് എന്നോട് നേരിട്ട് തീർക്ക്. ചുമ്മാ ഒരു കാര്യമില്ലാതെ നമ്മളെ കുടുംബത്തെ ഇങ്ങനെ അപമാനിക്കുന്നത്. മേഘയ്ക്കും അത് കേട്ടപ്പോൾ വല്ലാത്തൊരു മാനസികാവസ്ഥയിലാണ്. പ്ലീസ് മേഘ, സംഭവം നടന്നന്ന് എന്താ സംഭവിച്ചതെന്ന് ദയവ് ചെയ്ത് നീ ഒന്ന് വിവരിച്ച് പറ. അങ്ങനെയാണെങ്കിൽ നിന്റെ ഗർഭത്തിന് ആരാണ് കാരണക്കാരനെന്ന് ഞാൻ കണ്ടുപിടിച്ച് തരാം മേഘ. ഇങ്ങനെയൊക്കെ സംസാരിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഗർഭത്തിന് നീ കാരണമല്ലാതെ ഞാൻ വിശ്വസിക്കുന്നതാണോ നീ കരുതുന്നത് സിദ്ധാർത്ഥ്? അയ്യോ മേഘ, എന്തിനിങ്ങനെ വീണ്ടും ഇത് തന്നെ ആവർത്തിച്ച് നീ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്? നിന്റെ ഗർഭത്തിന് ഞാനല്ല കാരണക്കാരനെന്ന് എത്ര തവണ ഞാൻ നിന്നോട് പറഞ്ഞു കഴിഞ്ഞു. നിന്റെ ജോക്ക് അത്ര പോരാ സിദ്ധു. ഇനി ഇതല്ലാതെ എങ്ങനെയാണ് നിനക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരേണ്ടതെന്ന് എനിക്കറിയില്ല. ദൈവം മാത്രമേ നിനക്കിന് തുണയായിട്ടുള്ളൂ. നിന്നെക്കുറിച്ച് ആലോചിക്കുമ്പോൾ എനിക്ക് ദേഷ്യമാണോ വരുന്നത് അതോ സഹതാപമാണോ വരുന്നത് എന്ന് പോലും എനിക്ക് മനസ്സിലാവുന്നില്ല. ഒന്നുകൂടി ഞാൻ വീണ്ടും പറയാം മേഘ, നിനക്ക് എന്തെങ്കിലും സഹായം വേണമെങ്കിൽ നീ എന്നോട് തീർച്ചയായിട്ടും ചോദിച്ചോളൂ. എന്നെക്കൊണ്ട് പറ്റുന്ന സഹായമാണെങ്കിൽ ഞാൻ ചെയ്തു തരാം. അല്ലാതെ ഒരു കാരണവും ഇല്ലാതെ നീ ഇങ്ങനെ സ്വയം നാണം കെട്ട് നടക്കേണ്ട ആവശ്യമില്ല. ഞാൻ പറയുന്നത് പോലെ നീ ചെയ്യുകയാണെങ്കിൽ ഞാൻ എന്തിനാ സിദ്ധു ഇങ്ങനെ നാണം കെട്ട് നടക്കേണ്ടത്? നിനക്കും ചന്ദ്രികയ്ക്കും നടക്കാൻ വേണ്ടി പോകുന്ന കല്യാണം നിങ്ങൾ നിർത്തിക്കോ. അതിനുശേഷം എൻ്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിന് നീയാണ് അച്ഛനെന്ന് തെളിയിച്ചതിന് ശേഷം ഞാൻ നിന്നെ കല്യാണം കഴിച്ചോളാം. സിദ്ധുവിന് നല്ല ദേഷ്യം വരുന്നുണ്ടായിരുന്നെങ്കിലും അവൻ വീണ്ടും ക്ഷമയോടെ തന്നെയാണ് സംസാരിക്കുന്നത്. ഇപ്പോഴും ഞാൻ പറയാം, സത്യമായിട്ടും അങ്ങനെ ഒരു കാര്യം നടക്കുകയില്ല. മാത്രമല്ല എൻ്റെ കല്യാണം നിന്നെക്കൊണ്ട് നിർത്താനും സാധിക്കില്ല.
നിന്റെ ഗർഭത്തിന് ഞാനാണ് കാരണമെന്ന് നിന്നെക്കൊണ്ട് ഒരു കാലത്തും തെളിയിക്കാനും സാധിക്കില്ല. ഇവളോടൊക്കെ പോയി സോറി പറയാൻ വന്ന എന്നെ വേണം അടിക്കാൻ എന്നും പറഞ്ഞിട്ട് സിധു ദേഷ്യത്തോടെ അവിടെ നിന്നും പോവാണ്. മേഘയാണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ വിഷമത്തോടെ അവിടെ നിൽക്കുകയാണ്. ലക്ഷ്മി മഹേന്ദ്രനുള്ള ചായ കൊണ്ടുവന്ന് കൊടുത്തപ്പോഴാണ് അയാളുടെ ഫോൺ റിങ് ചെയ്യുന്നത്. എടുത്തു നോക്കിയപ്പോൾ ഡോക്ടറാണ്. ഹായ് ഡോക്ടർ, എന്തൊക്കെയുണ്ട് വർത്താനം, സുഖാണോ? ആ, സുഖമായിട്ടിരിക്കുന്നു. ലക്ഷ്മി മാഡത്തിന് സുഖമാണോ? ആ, സുഖമാണ്. മഹേന്ദ്രൻ സർ, നിങ്ങൾ ഫ്രീ ആണോ? ആ, ഫ്രീ ആണ്. എനിക്ക് ഒരു 5 നിമിഷം നിങ്ങളോട് സംസാരിക്കണമെന്നുണ്ടായിരുന്നു. സംസാരിച്ചോളൂ. ഒന്നുമില്ല, എൻ്റെ മകള് ടി വിയിൽ മേഘയുടെ ന്യൂസ് കണ്ടിട്ട് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഞാനും അത് കണ്ടു. നിങ്ങളുടെ മരുമകൻ സിദ്ധാർത്ഥിൻ്റെ മേൽ മേഘ റേപ്പിന് അലിഗേഷൻ കൊടുത്തിട്ടുണ്ടല്ലോ. അത് കേട്ടപ്പോൾ തന്നെ മഹേന്ദ്രൻ്റെ മുഖം വാടുവാണ്. സിദ്ധുവിനെക്കുറിച്ചും മേഘയെക്കുറിച്ചുള്ള സംസാരത്തിന് വേണ്ടിയാണ് ഡോക്ടർ വിളിച്ചതെന്ന് മനസ്സിലായപ്പോൾ. നിങ്ങളാണെങ്കിൽ വീട്ടിൽ വന്നിട്ട് സിദ്ധാർത്ഥിൻ്റെയും ചന്ദ്രികയുടെയും മാരേജിനുള്ള ഇൻവിറ്റേഷൻ ലെറ്റർ തന്നിട്ടാണ് പോയത്. ഞാനൊരു സംശയം ചോദിക്കാൻ വേണ്ടി വിളിച്ചതാണ്. സിദ്ധുവിൻ്റെയും ചന്ദ്രികയുടെയും മാരേജ് നടക്കുമോ അതോ ഇല്ലയോ? മേഘ പറയുന്നതിൽ യാതൊരു സത്യവുമില്ല സർ. സിദ്ധാർത്ഥിനെ കുറ്റപ്പെടുത്താൻ വേണ്ടി മാത്രമാണ് അവൾ ഇങ്ങനെയൊരു കുറ്റം അവൻ്റെ മേൽ ചാർത്തിയത്. അല്ലാതെ സിദ്ധാർത്ഥിന് മേൽ അവൾ വെക്കുന്ന അലിഗേഷന് അവനുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അതുകൊണ്ട് ഞങ്ങൾ പ്ലാൻ ചെയ്ത പ്രകാരം സിദ്ധാർത്ഥിൻ്റെയും ചന്ദ്രികയുടെയും കല്യാണം തീർച്ചയായും നടക്കും സർ. അതിലൊരു മാറ്റവും ഉണ്ടാവില്ല. അപ്പോൾ ഡോക്ടർ പറയാണ്, മഹേന്ദ്രൻ സർ, ഞാൻ പറയുന്നത് കൊണ്ട് നിങ്ങളെ തെറ്റിദ്ധരിക്കരുത്. സിദ്ധാർത്ഥിന് മേൽ മേഘ ഒരു റേപ്പ് കേസാണ് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ ഒരു അവസരത്തിൽ നിങ്ങളുടെ മകളുടെയും സിദ്ധാർത്ഥിൻ്റെയും കല്യാണം നടത്തുന്നത് ശരിയല്ല. ഈ സൊസൈറ്റിയിൽ നിങ്ങൾക്കൊരു ഇമേജ് ഉണ്ട്. ഈ ഒരു അവസരത്തിൽ നിങ്ങൾ സിദ്ധാർത്ഥിനോട് നിങ്ങളുടെ മകളുടെ കല്യാണം നടത്തി കൊടുത്താൽ അത് ടോട്ടലായി നശിച്ചു പോവും. തൽക്കാലം കല്യാണം മാറ്റി വെക്കുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത്. ഡോക്ടർ പറഞ്ഞത് കേട്ടപ്പോഴേക്കും മഹേന്ദ്രനാകെ വല്ലാതാവുകയാണ്. എന്താ ഡോക്ടർ നിങ്ങൾ പറയുന്നത്? മേഘ ഒരു ഫ്രോഡാണ്. അവൾ ലക്ഷ്മിയെ ചതിച്ചിട്ട് സ്വത്തുക്കൾ മുഴുവൻ എഴുതി വാങ്ങിച്ചവളാണ്. അങ്ങനെയുള്ള ഒരുത്തി പറയുന്ന കംപ്ലൈൻറ്റ് സീരിയസ് ആയി എടുത്തിട്ട് കല്യാണത്തെ നീട്ടിവെക്കാൻ പറയുന്നത് എന്താണ് സർ? അത് വേറെ ഇത് വേറെ. ഇത് സെൻസിറ്റീവായൊരു വിഷയമല്ലേ സർ? ഒരു പെണ്ണ് ഗർഭിണിയാണ്. അതിന് കാരണക്കാരൻ സിദ്ധാർത്ഥാണെന്ന് ആ പെണ്ണ് പറയുന്നു. ആ സമയം നോക്കി നിങ്ങൾ അവന് മറ്റൊരു പെൺകുട്ടിയെ വിവാഹം നടത്തി കൊടുക്കുന്നത് ലീഗലായിട്ട് പോലും തെറ്റാണ്. മഹേന്ദ്രൻ മറുത്തൊന്നും പറയാനാവാതെ നിൽക്കുകയാണ്. ലക്ഷ്മിയും അവരെ തന്നെ നോക്കി നിൽക്കുന്നുണ്ട്. സിദ്ധാർത്ഥ് നിങ്ങളുടെ മേഘ പറഞ്ഞ ഗർഭത്തിന് ഉത്തരവാദിയല്ല എന്ന് തെളിയിച്ചതിന് ശേഷം നിങ്ങൾ സിദ്ധാർത്ഥും ചന്ദ്രികയും തമ്മിലുള്ള വിവാഹം നടത്തിക്കോ. ആ സമയത്ത് നിങ്ങളെ ആരും ഒന്നും പറയാൻ പോകുന്നില്ല. സർ, ഞാനൊരു കാര്യം ചോദിച്ചാൽ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഇല്ല, പറയൂ. ഒരുപക്ഷെ ഞാൻ പറഞ്ഞ ദിവസം തന്നെ സിദ്ധാർത്ഥിനും എൻ്റെ മകളുടെയും കല്യാണം നടത്തുകയാണെങ്കിൽ നിങ്ങളും നിങ്ങളുടെ ഫാമിലിയും ആ കല്യാണത്തിൽ പങ്കുചേരുമോ? അതിനെന്താ മറുപടി പറയേണ്ടതെന്ന് അറിയാതെ ഡോക്ടർ കുറച്ചു നേരം ഒന്ന് കുഴങ്ങിയതാണ്. പിന്നീട് അയാൾ പറയുന്നുണ്ട്, പിന്നെ ആ സമയത്ത് ഞങ്ങൾ ഫാമിലിയായിട്ട് എല്ലാവരും ലണ്ടനിലേക്ക് പോവുകയാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് ആർക്കും തന്നെ നിങ്ങളുടെ മകളുടെ കല്യാണത്തിൽ പങ്കുചേരാൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല മഹേന്ദ്രൻ സർ. സോറി, നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഇല്ല, കുഴപ്പമില്ല സർ എന്ന് പറഞ്ഞാണ് മഹേന്ദ്രൻ. അപ്പോഴേക്കും ഡോക്ടർ കോൾ കട്ട് ചെയ്യുന്നുണ്ട്. ആ സമയത്ത് മഹേന്ദ്രന് മനസ്സിലായിട്ടുണ്ടായിരുന്നു ഡോക്ടർ കള്ളം പറഞ്ഞതാണെന്ന്. കാരണം അങ്ങനെ ഒരു കല്യാണത്തിൽ പങ്കുചേരാൻ അയാൾക്ക് താല്പര്യമില്ല എന്നാണ് അയാൾ പറയാതെ പറഞ്ഞത്. എന്താ ഏട്ടാ, ഡോക്ടർ എന്താ പറഞ്ഞത്? ലക്ഷ്മി ചോദിക്കുന്നുണ്ട്. സിദ്ധാർത്ഥിന് മേൽ ഇങ്ങനെ ഒരു അലിഗേഷൻ ഉള്ള സമയത്താണോ നിങ്ങളുടെ മകളെ സിദ്ധാർത്ഥിന് കല്യാണം ചെയ്ത് കൊടുക്കുന്നത് എന്നാണ് ഡോക്ടർ ചോദിക്കുന്നത്. അതുമാത്രമല്ല, കല്യാണത്തിന് നിങ്ങൾ ഫാമിലിയായിട്ട് വരില്ലേ എന്ന് ചോദിച്ചപ്പോൾ ഞങ്ങളെല്ലാവരും പെട്ടെന്ന് ലണ്ടനിലേക്ക് പോവുകയാണ്, അതുകൊണ്ട് കല്യാണത്തിന് വരാൻ പറ്റില്ല എന്നാണ് അയാൾ പറഞ്ഞത്. അതെ ഏട്ടാ, ഇങ്ങനെയൊരു പ്രശ്നമുള്ളപ്പോൾ ആരായാലും കല്യാണത്തിന് വരാനൊന്നും മടിക്കും. ഇന്നലെ എൻ്റെ ഫ്രണ്ടും അവൾക്ക് കല്യാണത്തിന് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞ് എന്തോ ഒരു കാരണം പറഞ്ഞു. ഇങ്ങനെ കല്യാണത്തിന് വരാൻ പറ്റാത്ത എല്ലാവരും ഓരോരോ കാരണങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കും. എനിക്ക് എന്താ പേടിയെന്ന് വെച്ചാൽ ഇതുപോലെ തന്നെ കല്യാണത്തിന് വരാൻ പറ്റില്ല എന്ന് എല്ലാവരും പറഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുക? അത് ചിന്തിക്കുമ്പോൾ തന്നെയാണ് ഏട്ടാ എനിക്കും വല്ലാതെ വിഷമാവുന്നത്. മാമനാണെങ്കിൽ കല്യാണത്തിൻ്റെ ദിവസം മാറ്റി വെക്കാൻ പാടില്ല എന്ന് വാശിയോടെ പറയുകയും ചെയ്യുന്നു. കല്യാണക്കത്ത് കൊടുത്ത എല്ലാവരും ഇതുപോലെ കല്യാണത്തിന് വരില്ല എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യുക എന്നറിയില്ല. അച്ഛൻ പറഞ്ഞതാണ് ശരി. കല്യാണം വിചാരിച്ച ദിവസം തന്നെ നമ്മൾ നടത്തണം. വരുന്നവർ വരട്ടെ, വരാത്തവർ വരണ്ട. മഹേന്ദ്രൻ ചെറിയൊരു ദേഷ്യത്തോടെയാണ് സംസാരിക്കുന്നത്. അപ്പോൾ ലക്ഷ്മി പറയുന്നുണ്ട്, നിങ്ങൾക്ക് എന്താണോ തോന്നുന്നത് അതുപോലെ ചെയ്തോളൂ. ചന്ദ്രിക അവളുടെ സ്റ്റിച്ചിങ് യൂണിറ്റിലാണുള്ളത്. അവിടുന്ന് ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും അവളുടെ മനസ്സാകെ ഡിസ്റ്റർബ്ഡ് ആണ്. ആ സമയത്ത് അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന 2 പെൺകുട്ടികൾ അവളുടെ അടുത്തേക്ക് വരികയാണ്. ചന്ദ്രിക, ആ പറയൂ. മേഘ സിദ്ധാർത്ഥ് സാറിനെ കുറിച്ച് എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് കേട്ടപ്പോൾ തന്നെ ചന്ദ്രിക വേഗം പറയുന്നുണ്ട്, അവൾ പറയുന്നതൊക്കെ കള്ളാണ്. ദയവ് ചെയ്ത് നിങ്ങൾ ആരും അത് വിശ്വസിക്കരുത്. ഞങ്ങൾക്ക് സിദ്ധാർത്ഥ് സാറിനെ കുറിച്ച് അറിയാം. മേഘ പറയുന്നത് കള്ളമാണെന്നും ഞങ്ങൾക്കറിയാം. പക്ഷേ മേഘ കൊടുത്ത ന്യൂസ് എല്ലാവരിലും എത്തിക്കഴിഞ്ഞു.
ഇതുപോലെ നിങ്ങൾക്ക് എല്ലാവരുടെ പോയിട്ട് പറയാൻ പറ്റുമോ മേഘ പറയുന്നത് കള്ളമാണെന്നും സിദ്ധാർത്ഥ് സാർ നല്ലവനാണെന്നും? അതിന് ചന്ദ്രികയ്ക്ക് മറുപടി ഉണ്ടായിരുന്നില്ല. ദയവ് ചെയ്ത് സിദ്ധു സാർ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് നിങ്ങൾ എങ്ങനെയെങ്കിലും തെളിയിക്കാൻ ശ്രമിക്കുക. അതിനുശേഷം നിങ്ങൾക്ക് കല്യാണത്തെക്കുറിച്ച് തീരുമാനിച്ചാൽ പോരെ? ഇങ്ങനെയുള്ള പ്രശ്നം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ സമയം നോക്കി നിങ്ങൾ കല്യാണം നടത്തുകയാണെങ്കിൽ ഈ നാട്ടിലുള്ള എല്ലാവരും നിങ്ങളെക്കുറിച്ചാണ് മോശമായി സംസാരിക്കുക. അത് ശരിയാണെന്ന് ചന്ദ്രികയ്ക്കും തോന്നുന്നുണ്ടായിരുന്നു. അവൾ ആകെ സങ്കടത്തോടെ നിൽക്കുകയാണ്. ഇത് വന്ന് തന്നോട് പറയണമെന്ന് ഞങ്ങൾക്ക് തോന്നി, അതുകൊണ്ടാണ് ഞങ്ങൾ വന്ന് പറഞ്ഞത്. തെറ്റായി കാണണ്ട ചന്ദ്രിക. ഏയ് ഇല്ലടാ എന്ന് പറഞ്ഞിട്ട് അവർ പോവുകയാണ്. ചന്ദ്രിക അപ്പോഴും അത് തന്നെ ചിന്തിച്ചുകൊണ്ടാണ് നിൽക്കുന്നത്. അവർ പോയതിനു ശേഷവും ചന്ദ്രിക ചിന്തിക്കുന്നത് മേഘ അവസാനം നടത്തിയ ആ ഒരു പ്രശ്നത്തെക്കുറിച്ച് തന്നെയാണ്. ചന്ദ്രികയുടെ കയ്യിലുണ്ടായിരുന്ന ആ പുടവയും ഇതൊക്കെ സാരിയും കാര്യങ്ങളൊക്കെ വലിച്ചെറിഞ്ഞതും ജാനകിയോട് ദേഷ്യത്തോട് ചോദിക്കുന്നതും, നിങ്ങളുടെ മകൻ്റെ കുഞ്ഞ് എൻ്റെ വയറ്റിലല്ലേ വളരുന്നത്, അപ്പോൾ ചടങ്ങുകളൊക്കെ എനിക്ക് വേണ്ടിയിട്ടല്ലേ ചെയ്യേണ്ടത്, എന്നിട്ട് അത് ചന്ദ്രയ്ക്ക് വേണ്ടിയാണോ നിങ്ങൾ ചെയ്യുന്നത്? ആരതി പിടിച്ചു വലിച്ചു കൊണ്ടുപോകുന്ന സമയത്തും മേഘ പറയുന്നുണ്ട്, എന്നെയാണോ ഇവൻ കൊല്ലാൻ നോക്കുന്നത്? നീ എങ്ങനെ ഈ കല്യാണം നടത്തുന്നതെന്ന് എനിക്കൊന്ന് കാണണം. ചന്ദ്രികയുടെ മനസ്സ് നിറയെ ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ വന്നുകൊണ്ടേയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവൾ ഡിസ്റ്റർബ്ഡ് ആയിരുന്നു. ആ സമയത്ത് അവിടെയുള്ള ഒരു ജോലിക്കാരി വന്നിട്ട് ചന്ദ്രിക എന്തെങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്, ഏയ് ഒന്നുമില്ല ചേച്ചി, ഇന്നാ എടുത്തോന്ന് പറഞ്ഞിട്ട് അവൾ കട്ട് ചെയ്തത് കൊടുക്കുകയാണ്. അതിനുശേഷം ചന്ദ്രിക വന്നിട്ട് അവളും തയ്ക്കാനിരിക്കുന്നുണ്ട്. പക്ഷേ ചന്ദ്രിക ഈ ലോകത്തൊന്നും ആയിരുന്നില്ല. അവൾ ഓരോരോ കാര്യങ്ങൾ മേഘ പറഞ്ഞത് തന്നെയാണ് ഇങ്ങനെ മനസ്സിൽ വന്നുകൊണ്ടേയിരിക്കുന്നത്. മേഘ TV ചാനലിൽ കൊടുത്ത ആ ഒരു ഇൻ്റർവ്യൂ ആണ് പിന്നീട് ചന്ദ്രികയുടെ മനസ്സിൽ വരുന്നത്. സിദ്ധുവിൻ്റെ കുഞ്ഞ് എൻ്റെ വയറ്റിൽ വളരുന്നുണ്ട്, എൻ്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിനും എനിക്കും സിദ്ധാർത്ഥ് ഉത്തരവാദിത്തം ഏറ്റെടുക്കണം. പിന്നീട് അവിടെ ജോലി ചെയ്തിരുന്ന ഒരു പെണ്ണ് വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് നിന്റെ കല്യാണത്തിന് പങ്കുചേരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. കാരണം എൻ്റെ ഭർത്താവിൻ്റെ അമ്മയൊക്കെ പറയുന്നത് സിദ്ധു സാറ് മേഘയുടെ അടുത്ത് മോശമായിട്ട് പെരുമാറിയിട്ട് എങ്ങനെയാണ് ചന്ദ്രികയെ വിവാഹം ചെയ്യുക, ആ വിവാഹത്തിന് നമ്മൾ പോകുന്നത് തന്നെ തെറ്റല്ലേ എന്നാണ് ചോദിക്കുന്നത്. ഓരോരുത്തരായിട്ട് വന്നിട്ട് ഓരോരോ ചോദ്യങ്ങൾ ചന്ദ്രികയോട് ചോദിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അല്ല, നാട് മുഴുവൻ സിദ്ധാർത്ഥ് സാറിനെ കുറിച്ച് മോശമായിട്ടാണ് സംസാരിക്കുന്നത്. ഈ സമയത്ത് നീയും സിദ്ധു സാറും തമ്മിലുള്ള വിവാഹം വേണോ എന്ന് ഒന്നുകൂടെ ചിന്തിച്ചൂടെ ചന്ദ്രിക എന്നൊരാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ കാര്യമാണ് ചന്ദ്രികയുടെ മനസ്സിൽ ഓർമ്മ വരുന്നത്. അവൾ വിഷമത്തോടു കൂടിയാണ് നിൽക്കുന്നത്. അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നത്.